തിരുവനന്തപുരം പരശുവെക്കലിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. ബാലഗോകുലം സംഘാടകർ പോലീസിൽ പരാതി നൽകി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പെരുവളയിൽ ബാലഗോകുലം നിർത്തിയ പതാക ഇന്നലെ രാത്രി ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാർ ഈ പതാക നശിപ്പിക്കുകയും ഇതുപോലെ തന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ നിരന്തരം നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ പതാകകളെല്ലാം നശിപ്പിക്കുകയും പാറശാല സ്റ്റേഷനിൽ ഈ പരാതി കൊടുക്കുകയും അതിൻ്റെ പ്രതികരണമൊന്നും നമ്മുടെ നിയമപാലകരിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. അത് ഇതേപോലെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് ചെയ്തു കഴിഞ്ഞാലും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെല്ലാം അതിനെ ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പതാക ഇങ്ങനെ പോകാൻ കാരണം. തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നത് റിനു ശ്രീധറാണ്. റിനു, ഗുഡ് മോർണിംഗ്. ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? എന്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി വരുന്നത്? ക്രിസ്റ്റീന, ശ്രീകൃഷ്ണ ജയന്തിയുമായി അനുബന്ധിച്ചുള്ള കൊടിതോരണങ്ങൾ, അലങ്കരിച്ചിരുന്ന കൊടിതോരണങ്ങളാണ് നശിപ്പിച്ചത് എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നു വരുന്നത്. തിരുവനന്തപുരം പാറശാല, പരശുവെക്കൽ, പെരുവിള മേഖലകളിലാണ് ഇത്തരത്തിൽ നിരന്തരം സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയും ഇതെല്ലാം തന്നെ രാത്രിയുടെ മറവിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അന്നും പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. ഇന്നലെ രാത്രിയും സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ, കൊടി ഉയർത്തിയിരുന്ന കമ്പി ഉൾപ്പെടെ അറുത്തു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു നാശം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ബാലഗോകുലം സംഘാടകർ പാറശാല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥയുടെ സാഹചര്യമുള്ളതിനാൽ പോലീസ് ബന്ദോബസ്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതിന് പിന്നിൽ നിന്നാണ് ആരോപണം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.